നമ്മൾ ചെയ്യുന്നത് കൈപ്പയ്ക്ക കൊണ്ടാട്ടം എങ്ങനെ ഈസിയായി തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒന്നാണ്. നമുക്കിതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കൊണ്ടാട്ടം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ ഈ കൊണ്ടാട്ടം തയ്യാറാക്കാൻ 5 കൈപ്പയ്ക്ക എന്ന് ചിന്തിക്കേണ്ട. ഞാനിവിടെ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഒരു 2 ദിവസത്തെ ഉണക്കം കഴിഞ്ഞു. അപ്പോഴാണ് എനിക്ക് അയ്യോ നമുക്ക് ഷെയർ ചെയ്യാമല്ലോ എന്നുള്ളത് തോന്നിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു 5 എണ്ണം എടുത്തു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ തയ്യാറാക്കാവുന്ന കയ്പ്പയ്ക്കാണ് വെച്ചെങ്കിൽ, വീട്ടിലുണ്ടായ കയ്പ്പയ്ക്കാണ് വെച്ചെങ്കിൽ ഈ ഒരു സ്റ്റേജ് ഒഴിവാക്കാം നമുക്ക്. കാരണം നമ്മൾ മരുന്നൊന്നും അടിക്കില്ല. ഇത് കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം മരുന്നിൽ നന്നായിട്ട് കുളിപ്പിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഗുണത്തേക്കാൾ വേറെ ദോഷം ചെയ്യും. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ആദ്യം ഇപ്പോൾ കുറേയൊക്കെ ആകുമ്പോൾ ഒരു ബക്കറ്റിലൊക്കെ ഇട്ട് വെക്കുക. കുറച്ച് നേരം ഒരു അരമണിക്കൂർ നേരമൊക്കെ വെള്ളത്തിലിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുക. അതിന് ശേഷം നമുക്ക് കഴുകിയതിന് ശേഷം നമ്മൾ അരിയാൻ പാടുള്ളൂ. ഇതിൻ്റെ പുറം ഭാഗത്തുള്ള അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണത്. അതിന് ശേഷം നമുക്ക് അരിഞ്ഞതും നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് എല്ലാം പോയി കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഞാൻ അരമണിക്കൂർ നേരം ഇട്ട് വെച്ചതാണ്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇനി നമ്മളൊരു പാത്രത്തിൽ വെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുക. അതിന് ശേഷം നമുക്കിതിങ്ങനെ ഇതുപോലെ വട്ടന അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിലെ കുരുവൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്കിത് കൊണ്ടായിട്ട് വരുമ്പോൾ ഈ കുരുവൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ അരിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കട്ടിംഗ് പാഡിൽ വെച്ചിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം അരിഞ്ഞെടുക്കാം. എല്ലാം ഒരുവിധം എല്ലാം ഒരേ കനത്തിലായ നന്നായിരിക്കും. അല്ലാണ്ട് ഒരുപാട് നൈസാവണമെന്നൊന്നുമില്ല. അപ്പം നമ്മളെല്ലാം കഴുകി നന്നായി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നേരം ഇതുപോലെ ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തൊന്നും വിചാരിക്കേണ്ട. കാരണം ഇതൊക്കെ അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ കഴിച്ചാൽ എന്തെങ്കിലും അസുഖം വന്ന് ഒരുപാട് കാലം കിടന്ന് നടക്കാനായിട്ട് ഭേദം ഇപ്പം ഇത്തിരി കഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഞാൻ അരിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മളിത് അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നന്നായി കഴുകി ഒരു സ്റ്റെയിനറിലോട്ട് ഇട്ട് വെക്കുക. അപ്പോൾ അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് ഇതായി പോകും. അതിന് ശേഷം നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ ഇതിപ്പോൾ കുറച്ചായ കാരണമാണ് നമ്മൾ ഇങ്ങനത്തെ പാത്രത്തിലിട്ടപ്പോൾ. ഒരുപാടുണ്ട് വെച്ചാൽ നമ്മളൊരു വലിയ ബക്കറ്റിൽ അതുപോലെ തന്നെ തയ്യാറാക്കുമ്പോൾ ഞാനിത് ഒരു വലിയ ചെമ്പിലൊക്കെ ആക്കിയത്. ഇപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ചെയ്താൽ മതിയാവും. ഞാൻ ആ ചെയ്ത രീതി അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് കാരണമാണ് കേട്ടോ. അപ്പോൾ ചെറിയ പാത്രത്തിലായാലും ഇപ്പോൾ കൂടുതലുണ്ട് വെച്ചെങ്കിൽ അതിനനുസരിച്ച് വലിയ പാത്രം എടുക്കുക. അത്ര മാത്രം മാറ്റമുള്ളൂ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ കഴിക്കാം. അപ്പോൾ ഇനി നമ്മളതിൽ അരമണിക്കൂർ കഴിഞ്ഞു നന്നായി കഴുകി. അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ കൊണ്ടാട്ടത്തിനെന്ന് പറയുമ്പോൾ ഉപ്പ് നമുക്ക് എപ്പോഴും കുറച്ച് ഇതായിട്ട് നിൽക്കണം, കൂടി നിൽക്കണം. അപ്പോൾ അതിപ്പോൾ അതിൻ്റെ ഒരു അളവ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇട്ട് നോക്കിയതിന് ശേഷം ഒന്ന് വാടി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കടിച്ച് നോക്കുക. അപ്പോൾ അതിൽ ഉപ്പ് കുറവുണ്ട് വെച്ചെങ്കിൽ അപ്പം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഒരു വലിയ കലത്തിൽ ഇതിൻ്റെ ഒരളവിലൊക്കെ ഞാനൊരു 4-5 ടീസ്പൂണൊക്കെ ഇട്ടിരുന്നു. ഒരളവിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ടീസ്പൂണിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഉപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് ശേഷം ശരിക്കും ഇത് നമ്മൾ സ്റ്റെയിനറിലോട്ട് മാറ്റി വെച്ചാൽ കാരണം ഇതിൽ വെള്ളമില്ല. അപ്പോൾ അത് കാരണം കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. കാരണം സ്റ്റീൽ പാത്രമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. കാരണം ജസ്റ്റ് ഒന്ന് അടി പിടിക്കാതിരിക്കാനുള്ള ഒരു വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓൺ ചെയ്യാം. അതിന് ശേഷം നമുക്കൊരു പ്ലേറ്റ് വെച്ച് അടയ്ക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് ആവി വരുമ്പോൾ നമുക്ക് നേരത്തെ ഇളക്കിയതുപോലെ തന്നെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക. അത്രമാത്രം ചെയ്താൽ മതി. അടിയിലത്തെ മുകളിലേക്ക് വരാൻ വേണ്ടി മാത്രം. അത് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ എങ്കിലും അത്യാവശ്യത്തിന് വെള്ളം അതിൽ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇതിപ്പോൾ കുറച്ചായ കാരണം നമുക്ക് സ്പൂണോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്താൽ മതി. പാടി ഭാഗത്തേക്കൊന്ന് മുകളിലേക്ക് വന്ന് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വേണ്ട, ഇതേപോലെയൊക്കെ ഒന്ന് ആയി വരേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ വെന്ത് വരേണ്ട ആവശ്യമില്ല. പാടി ഭാഗത്തേക്കൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കാം. കുറച്ചായ കാരണമാണ് നമുക്ക് ഇങ്ങനെ പറ്റുന്നത്. അല്ല വെച്ചെങ്കിൽ നമ്മൾ നേരത്തെ ഇതുപോലെ കുടഞ്ഞ പോലെ തന്നെ വലിയ പാത്രങ്ങളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുടഞ്ഞ് മറിച്ച് ഇട്ട് കൊടുക്കേണ്ടി വരും. നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാൻ പറ്റില്ല. ഒന്നും കൂടി ഒന്നായി വരട്ടെ. അപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ആദ്യം തുറന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഉപ്പുണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ കുറവുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് മുന്നിലിരുന്നാലാണ് നമുക്ക് കൊണ്ടാട്ടം മറക്കുമ്പോൾ കറക്റ്റ് ഉപ്പൊക്കെ പാകമായിട്ടുണ്ടാവുള്ളൂ. ഇത് ആയി വന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അതിന് ശേഷം നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇത് ഒഴിച്ചിട്ട് ഇതിൽ ഒട്ടും വെള്ളമില്ലാതെ മാറ്റി വെക്കാം.
അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചുള്ള കാരണം ഞാൻ ഇതുപോലെയുള്ള ഒരു ഇതിലേക്ക് ആക്കി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ ഇപ്പോൾ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് കൂടുതലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ കലത്തിലൊക്കെ തയ്യാറാക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. കാരണം തന്നെ അതിൽ വെള്ളം വരും. എങ്കിലും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് അത് ഒഴിച്ചു കൊടുത്താൽ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തും. അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് നമുക്ക് മറക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടി ഒരു അര ഗ്ലാസ് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഊറ്റുമ്പോൾ ഇതുപോലെ കുറേ വെള്ളമായിരിക്കും. ഇനി ഇത് നന്നായി വെള്ളമൊക്കെ വാർന്ന് വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷീറ്റോ വിരിച്ചിട്ട് ഓരോന്നായിട്ട് നമ്മൾ ആദ്യത്തെ ദിവസമൊക്കെ നമ്മൾ ഇതുപോലെ ഓരോന്നായിട്ട് തന്നെ വെച്ച് ഉണക്കിയെടുക്കുക. ആദ്യത്തെ നല്ല വെയിലിൽ ഉണങ്ങി കിട്ടുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എനിക്കിവിടെ 2-3 ദിവസത്തെ വെയിൽ വലിയ കുഴപ്പമില്ലാതെ കിട്ടി. ഇപ്പം ഇന്ന് നല്ല മഴയാണ്, എന്നാലും നല്ല വെയിൽ കിട്ടിയ കാരണം ഒരുവിധമൊക്കെ ഉണങ്ങിയിട്ട് ആയി വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം തയ്യാറാക്കി വെച്ചതാണിത്. ഒരു 6-7 കിലോനോളമൊക്കെ ഉണ്ടായിരുന്നു കയ്പ്പയ്ക്ക കേട്ടോ. എന്നിട്ട് നമുക്ക് ഉണങ്ങി വന്നപ്പോൾ ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണിത്. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഒരു 3 ദിവസത്തെ ഉണക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വറുത്ത് ഉപയോഗിക്കാനൊക്കെ പറ്റും. പക്ഷേ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഉണക്കം തന്നെ വേണം. ഒരു 6-7 ദിവസം നല്ല വെയിലിൽ ഉണങ്ങിയാൽ തന്നെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വെയിലിനൊന്നും കറക്റ്റായിട്ടില്ല. അത്യാവശ്യം ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കണം, എന്നാലും ഒരു ചെറിയ തണവൊക്കെ ഉണ്ട്. ഇത്ര പോരാ, ഒരു 7 ദിവസത്തെ വെയിൽ കറക്റ്റ്. അപ്പോഴാണ് നമുക്ക് ഒരുപാട് ദിവസം കേട് കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇനി അഥവാ വെയിൽ കിട്ടിയില്ല എന്നുണ്ട് വെച്ചെങ്കിൽ അപ്പോൾ ഈ ഒരു സ്റ്റേജൊക്കെ ആയി കിട്ടിയാൽ രക്ഷപ്പെട്ടു, വലിയ കുഴപ്പമില്ല. നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ ഇരിക്കും. അല്ലാണ്ട് ഒരുപാട് നാളൊന്നും പറയില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്പിയായി മാറും. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ നമുക്ക് പുറത്ത് തന്നെ നല്ല കറക്റ്റായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. 7 ദിവസത്തെ നല്ല വെയിലുണ്ട് വെച്ചെങ്കിൽ. അപ്പോൾ നമ്മുടെ 3 ദിവസത്തെ കയ്പ്പയ്ക്ക എങ്ങനെ വറുത്തതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും കറക്റ്റ് പാകമൊക്കെ തന്നെയാണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു വിധത്തിൽ കറക്റ്റ് ആ ഒരു വെയിൽ നമുക്ക് കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസത്തെ വെയിലൊക്കെ നല്ല കറക്റ്റായിട്ട് മതിയാവും. പക്ഷേ നല്ല മഴക്കാറുള്ള ഒരു സമയമൊക്കെയാണ് ഇപ്പം. അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നല്ല മഴയാണ്, എനിക്ക് വെയിലത്തിടാൻ പറ്റിയിട്ടില്ല. നമുക്ക് കറക്റ്റ് ഇതായിട്ട് തന്നെ കൊണ്ടാട്ടായിട്ട് തന്നെ കിട്ടും. ഒരുപാട് ദിവസം സൂക്ഷിക്കണമെങ്കിൽ എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മുടെ കൊണ്ടാട്ടം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒന്നല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയുക, കമൻസ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്